ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ മൊഡ്യൂൾ 4-ലെ എവല്യൂഷനിലെ ഫോസിലുകളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഈ ഫോസിലിന്റെ കുറച്ച് ഭാഗം തന്നെയാണ് മൊഡ്യൂൾ 5-ലെ പാലിയോ ബോട്ടണിയിലും വരുന്നത്. അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ജിയോളജിക്കൽ ടൈം സ്കെയിലും അത് ഫോസിലിന്റെ ഫോസിലൈസേഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതെല്ലാം തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിലും വരുന്നത്. പാലിയോന്റോളജിയിൽ വരുന്നത് തന്നെയാണ് പാലിയോ ബോട്ടണി. മൊഡ്യൂൾ 5-ലെ പാലിയോ ബോട്ടണി ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. വാട്ട് ഈസ് പാലിയോ ബോട്ടണി? ഫോസിൽ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാലിയോ ബോട്ടണി. മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന പല സസ്യങ്ങളുടെ ഫോസിലിനെ കണ്ടെത്തുകയും പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നെ അതിന്റെ കറക്റ്റ് ഒരു ക്ലാസിഫിക്കേഷനിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത് പാലിയോ ബോട്ടണിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പാലിയോ ബോട്ടണിലൂടെ കിട്ടുന്ന ഫോസിലിനെ കുറിച്ച് പഠിക്കുകയും പിന്നെ അതിനെ തരംതിരിക്കുകയും ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മുൻകാല ആവാസ വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്നതിനും സസ്യപരിണാമത്തെ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. സസ്യങ്ങളുടെ പരിണാമ ചരിത്രവും ജീവന്റെ വിശാലമായ ചരിത്രവുമുള്ള ബന്ധം, അതായത് സസ്യങ്ങളുടെ എവല്യൂഷനും ലൈഫിന്റെ എവല്യൂഷൻ മറ്റ് ജീവികളുടെ എവല്യൂഷനുമായി എന്ത് ബന്ധമാണ് ഉള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പാലിയോ ബോട്ടണി സഹായിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പാലിയോ ബോട്ടണി? പാലിയോ ബോട്ടണിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷ്യമാണ് പുരാതന സസ്യങ്ങളുടെ പുനർനിർമ്മാണം, അതായത് റീകൺസ്ട്രക്ടിങ് ഏൻഷ്യൻ പ്ലാന്റ്സ്. പണ്ടുണ്ടായിരുന്ന പ്ലാന്റ്സിനെ വീണ്ടും കൺസ്ട്രക്ട് ചെയ്തെടുക്കുക, അതിൻ്റെ ആ പ്ലാന്റ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്റെ ഹാബിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. ഫോസിലൈസ് ചെയ്ത സസ്യഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇലകൾ, തണ്ടുകൾ, വേരുകൾ അല്ലെങ്കിൽ പ്രത്യുൽപാദന ഘടകങ്ങൾ, അതായത് റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ, അതിനെക്കുറിച്ച് പഠിച്ചും മുഴുവൻ സസ്യം എങ്ങനെയായിരുന്നു മനസ്സിലാക്കാനും സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാനും ആ പ്ലാന്റിന്റെ ജീവിത ചക്രം അത് എങ്ങനെയായിരുന്നു അത് പൂരിപ്പിച്ചെടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നതൊക്കെയാണ് പാലിയോ ബോട്ടണിയിലൂടെ പാലിയോ ബോട്ടാണിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത്. അതായത് നമുക്കൊരു ഫോസിൽ പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് ആ പ്ലാന്റിന്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഏത് ഗ്രൂപ്പിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. ബാക്കി കുറച്ച് ക്യാരക്ടേഴ്സിനും കിട്ടുന്നത് ബാക്കിയും കൂടെ നമ്മൾ അനുമാനിച്ചെടുത്ത് അതിന്റെ ലൈഫ് സൈക്കിൾ, അതിന്റെ ഒരു പിക്ചർ, അതായത് അതിന്റെ ബാക്കിയുള്ള പാർട്ടും ഇപ്പൊ ചിലപ്പോൾ ചെടിയുടെ ഏതെങ്കിലും കുറച്ച് ഭാഗം കിട്ടുമ്പോൾ അതിന്റെ ബാക്കി പാർട്ട് എങ്ങനെയായിരിക്കും നമ്മൾ അസ്യൂം ചെയ്ത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതാണ് പ്ലാന്റുകളെ പുനർനിർമ്മിച്ചെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സസ്യ പരിണാമം പിന്തുടരൽ, അത് ട്രേസിംഗ് പ്ലാന്റ് എവല്യൂഷൻ. അതായത് നമ്മൾ ഓരോരോ ഭൂമിശാസ്ത്ര കാലഘട്ടങ്ങളിലെ ഫോസിലുകൾ പരിശോധിക്കുമ്പോൾ പല കാലയളവിൽ പല യുഗങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ കിട്ടിയ ഫോസിലുകൾ ഉണ്ടാവും. അതിനെ പരിശോധിക്കുമ്പോൾ അതിന്റെ ഇലകളിൽ, അതിന്റെ വേരുകളിൽ, അതിന്റെ വിത്തുകളിൽ അതിന്റെ ഓരോ സ്ട്രക്ചർ ഉണ്ടാകുന്ന വ്യത്യാസം, ആദ്യ രൂപങ്ങൾ എന്താണ്, പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ ഏറ്റവും പഴക്കം ചെന്ന ഒരു പ്ലാന്റിന്റെ ഫോസിൽ കിട്ടി, പിന്നീട് അതിനുശേഷം ഉണ്ടായി എന്ന് കരുതുന്ന മറ്റൊരു പ്ലാന്റിന്റെ ഫോസിൽ കിട്ടി. ഓരോ കാലത്തിനനുസരിച്ച് പ്ലാന്റ്സിൽ എന്ത് എവല്യൂഷൻ, എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ട്രാക്ക് ചെയ്യാൻ കൂടി പാലിയോ ബോട്ടണിലൂടെ സാധിക്കുന്നുണ്ട്. ഭൂതകാലത്തിലെ കാലാവസ്ഥകൾ മനസ്സിലാക്കാൻ, അതായത് പണ്ടുണ്ടായിരുന്ന അന്തരീക്ഷം എങ്ങനെയായിരുന്നു, പണ്ടത്തെ പ്ലാന്റ്സ് വളർന്ന സമയത്തുള്ള അന്തരീക്ഷം എങ്ങനെയായിരുന്നു, അന്നത്തെ കാലാവസ്ഥയിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അതുകുറിച്ച് മനസ്സിലാക്കാനായിട്ട് പാലിയോ ബോട്ടണി സഹായിക്കുന്നുണ്ട്. സസ്യ ഫോസിലുകൾക്ക് മുൻകാല കാലാവസ്ഥ, ആവാസ വ്യവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ വെളിപ്പെടുത്താൻ പറ്റും. കാരണം ഏത് കാലഘട്ടത്തിൽ ഏത് ക്ലൈമറ്റിലാണ് ഇത് ജീവിച്ചിരുന്നത് തെളിയിക്കാൻ ആ ഫോസിലൂടെ കഴിയുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഫോസിലൈസ് ചെയ്ത ഇലകൾക്ക് മുൻകാല താപനിലയും മഴയും സൂചിപ്പിക്കാൻ പറ്റും. അതേസമയം കണ്ടെത്തിയ സസ്യങ്ങളുടെ തരങ്ങളായ ടൈപ്സ് നിലവിലുണ്ടായിരുന്ന ആവാസ വ്യവസ്ഥയുടെ ടൈപ്സിനെ സൂചിപ്പിക്കാൻ പറ്റും. പണ്ട് കിട്ടിയ ഒരു ഇലയുടെ ഫോസിലാണെങ്കിൽ ആ ഇല അന്ന് ഏത് താപനില ഓവർകം ചെയ്തിട്ടുണ്ട്, മഴയും മറ്റും ഓവർകം ചെയ്തിട്ടുണ്ടോ അത് മനസ്സിലാക്കാനും ഇന്നത്തെ ടൈപ്പ് ചെടികളുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാനും ഒക്കെ ഇന്നത്തെ പ്ലാന്റ് ജീവിക്കുന്നതിന്റെ ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കും. ശിലാപാളികളുടെ കാലഗണനയും പരസ്പര ബന്ധവും, അതായത് ഡേറ്റിംഗ് ആൻഡ് കോറിലേഷൻ ഓഫ് റോക്ക് ലേയേഴ്സ്. നമുക്ക് ഒരുപാട് ഫോസിൽസ് കിട്ടുന്നത് പാറകളുടെ ശിലാപാളികളിൽ നിന്നാണ്. അവസാദ ശിലകളിലോ അല്ലെങ്കിൽ ഇഗ്നീഷ്യസ് റോക്കിന്റെ പാളികളിലൂടെയും, കൂടുതലും പാളികളായിട്ട് കാണുന്നത് നമുക്ക് അവസാദ ശിലകളാണെന്ന് അറിയാം. ആ പാളികളിലൂടെ നമുക്ക് ഒരുപാട് ഫോസിൽ കിട്ടാറുണ്ട്. ഇങ്ങനെയുള്ള സസ്യ ഫോസിലുകൾ ഉപയോഗിച്ച് ശിലാപാളികളുടെ കാലഗണന കണ്ടെത്താൻ പറ്റും. അതായത് ആ പ്ലാന്റിന്റെ ഫോസിൽ കിട്ടുമ്പോൾ അതോടൊപ്പം ആ ശിലയുടെ കാലം എത്രയായിരുന്നു അല്ലെങ്കിൽ അതിന്റെ പഴക്കം എത്തുന്ന കണ്ടെത്താൻ പറ്റും. അതും തമ്മിലുള്ള പരസ്പര ബന്ധം നിർണ്ണയിക്കാൻ പറ്റും. ഇത് ഭൂമിശാസ്ത്രജ്ഞർക്ക് ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങളുടെ ക്രമം മനസ്സിലാക്കാൻ സഹായിക്കും. അതായത് അന്നത്തെ കാലത്തിലുണ്ടായ
ഒരു സക്സഷൻ, ക്രമം എന്ന് പറയുന്നത് സക്സഷൻ, എന്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ് ഓരോരോ ഘട്ടത്തിലൂടെ പുതിയ പ്ലാന്റുകളും അനിമൽസും ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്താണ് സസ്യങ്ങളുടെ ധർമ്മവും രൂപവും മനസ്സിലാക്കാൻ, അതായത് സ്ട്രക്ചറും ഫംഗ്ഷനും മനസ്സിലാക്കാൻ സഹായിക്കും. ഫോസിൽ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം ഭൂമിശാസ്ത്രമായ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ക്ലൈമറ്റിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പ്ലാന്റ് ജീവിച്ചപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ പ്ലാന്റ്സിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു, അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, പിന്നീടുണ്ടായ പരിണാമത്തിൽ അതിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, എല്ലാം ഇതെങ്ങനെ പൊരുത്തപ്പെട്ട് ഓരോരോ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ ഫോസിൽസിലൂടെ പറ്റും. മനുഷ്യ സസ്യ ഇടപെടലുകൾ മനസ്സിലാക്കാൻ, അതായത് പുരാവസ്തു സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പല പ്ലാന്റ്സിന്റെ അവശിഷ്ടങ്ങൾ പഠിച്ചുകൊണ്ട് ആ പ്ലാന്റ്സിനും മനുഷ്യനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പാലിയോ എത്തനോ ബോട്ടണി വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ മനുഷ്യൻ പ്ലാന്റുമായിട്ട് എങ്ങനെ ഇടപെടിയിരുന്നു, ഇന്ററാക്ട് ചെയ്തിരുന്നു മനസ്സിലാക്കാൻ ഇതിലൂടെ സഹായിക്കും. നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നതാണ് ഫോസിൽ ടെറിഡോഫൈറ്റായ റൈനിയ. റൈനിയെ കുറിച്ച് മാത്രമേ ഇപ്പൊ അതിൽ ടോപ്പിക്കിൽ പറയുന്നുള്ളൂ, സിലബസിൽ പറയുന്നുള്ളൂ. അപ്പൊ റൈനിയ എന്ന് പറയുന്നത് ഒരു ടെറിഡോഫൈറ്റ് ആണ്. ആദ്യകാല വാസ്കുലർ പ്ലാന്റുകളായ ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റ് നമുക്കറിയാം ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ് ആണ് അല്ലെ. അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ഉള്ള വംശനാശം സംഭവിച്ച ഒരു ഫോസിൽ പ്ലാന്റ് ആണ് റൈനിയ എന്ന ജീനസ്. ഇത് കരസസ്യങ്ങളുടെ പരിണാമത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പല കരസസ്യങ്ങളുമായിട്ട് ഈ ടെറിഡോഫൈറ്റിന്റെ ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞ ലളിതമാണ്, സിമ്പിൾ സ്ട്രക്ചർ ആണ്. പിന്നെ സൈലോം ഫ്ലോയത്തിന്റെ സ്ട്രക്ചറും വളരെ സിമ്പിൾ ആയിട്ടുള്ള സൈലോം ഫ്ലോയാണ് ഇതിൽ കാണപ്പെടുന്നത്. റൈനിയയുടെ രണ്ട് മേജർ ജീനസ് ആണുള്ളത്, റൈനിയ വിന്നെ വൈഗാനി എന്നുള്ളതും അതുപോലെ റൈനിയ മേജർ. ഈ രണ്ട് പ്ലാന്റ്സിന്റെ പ്രത്യേകത വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ചിത്രം നോക്കുക, അതിന്റെ ബോഡിയുടെ പ്രത്യേകത കണ്ടോ, ശാഖകൾ, ബ്രാഞ്ച്, ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് കാണിക്കുന്ന, അതായത് രണ്ടായിട്ട് തന്നെ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് കാണിക്കുന്ന ഒരു ബോഡിയാണുള്ളത്. മണ്ണിന് മുകളിലും മണ്ണിനടിയിലും അതിന്റെ സ്റ്റെം ഉണ്ട്. മണ്ണിനടിയിലെ സ്റ്റെം റൈസോം എന്ന് പറയും, മണ്ണിന് മുകളിലും സ്റ്റെം കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും ടിപ്പിലായിട്ട് സ്പൊറാഞ്ചിയ, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൊറാഞ്ചിയ, ടെർമിനൽ സ്പൊറാഞ്ചിയ കാണാൻ കഴിയും. ഇതൊക്കെ ഇതിന്റെ ഒരു പ്ലാന്റിന്റെ സിമ്പിൾ സ്ട്രക്ചർ ആണ്. ഇതേ സ്ട്രക്ചറുള്ള മറ്റൊരു പ്ലാന്റ് ആണ് സൈലോട്ടം. സൈലോട്ടം ഇന്ന് അവൈലബിൾ ആണ്, നമുക്ക് ബൊട്ടാണിക് ഗാർഡനിൽ കാണാൻ കഴിയും സൈലോട്ടം. ഇത് ഏതാണ്ട് ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത, യഥാർത്ഥ ട്രൂ റൂട്ട്സും അതുപോലെ ഇലകളും ഇല്ല. റൂട്ട്സ് ഇല്ല, അതിന് വേറെ റൈസോഴ്സ് ആണ്. ട്രൂ റൂട്ട്സ് ഇല്ല, അതുപോലെ ലീവ്സ് ആബ്സെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു റെയർ പ്ലാന്റ് കൂടിയാണ് റൈനിയ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കാം. ക്ലാസ് സൈലോഫൈറ്റോപ്സിഡ, ഓർഡർ സൈലോഫൈറ്റേറ്റ്സ്, ഫാമിലി റൈനിയേസിയെ, ജീനസ് റൈനിയ. ഞാനിത് എടുത്തിരിക്കുന്നത് ഞാൻ പഠിച്ച ബുക്ക് റെഫർ ചെയ്തിട്ടാണ്. ആ ബുക്കിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, എസ് ചന്ദ് പബ്ലിക്കേഷന്റെ ബുക്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ MSc പഠനത്തിന്റെ ഞാൻ റെഫർ ചെയ്ത ബുക്കിന്റെ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കൈവശമുള്ള ബുക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. റൈനി എന്ന പ്ലാന്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് ഡിവോണിയൻ കാലഘട്ടത്തിലാണ് കാണപ്പെട്ടിരുന്നത്. വലിപ്പത്തിലും സവിശേഷതയിലും നേരിയ വ്യത്യാസമുള്ള രണ്ട് ജീനസാണുള്ളത്. നേരത്തെ പറഞ്ഞു, റൈനിയ വിൻ വൈഗാനിയും അതുപോലെ റൈനിയ മേജർ. ഈ രണ്ട് ജീനസാണ്, ചെറിയ സൈസിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. റൈനിയ സസ്യങ്ങൾക്ക് ഒരു റൈസോം ഉണ്ട്, മണ്ണിനടിയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മണ്ണിന് മുകളിലുള്ള മുകുളങ്ങൾ, ഏരിയൽ ഷൂട്ട് കാണാൻ കഴിയും. അതുപോലെ ഈ മുകുളങ്ങൾ സിലിണ്ടർ ആകൃതിയിലാണ്. ഈ മുകുളം എന്ന് വെച്ചിരിക്കുന്നത് ഏരിയൽ ഷൂട്ടാണ് കേട്ടോ. ബഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയൽ ഷൂട്ടാണ്. ഇതൊരു സിലിണ്ടർ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇലയില്ല, ദ്വിമുഖ ശാഖ, നേരത്തെ പറഞ്ഞ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് കാണിക്കുന്നതാണ്. റൈനിക്ക് സ്റ്റൊമാറ്റോ ഉണ്ട്, അത് ഗ്യാഷ്യസ് എക്സിന് സ്റ്റൊമാറ്റോ കാണപ്പെടുന്നുണ്ട്. അത് സ്റ്റൊമാറ്റോ ഔട്ടർ ലെയർ എപ്പിഡെമിസിലാണ് കാണപ്പെടുന്നത്. പിന്നെ തണ്ടിന്റെ മധ്യഭാഗത്ത് സ്റ്റെമിന്റെ സെന്ററിലാണ് വാസ്കുലർ ടിഷ്യൂസ്, അതായത് സൈലോം ഫ്ലോയും കാണപ്പെടുന്നത്. ഏറ്റവും ടിപ്പിലായിട്ട് ടെർമിനൽ സ്പൊറാഞ്ചിയ, സ്പോർ പ്രൊഡ്യൂസിംഗ് ബോഡി സ്പൊറാഞ്ചിയ കാണപ്പെടുന്നുണ്ട്. പിന്നെ സ്പോറുകളെല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും. ഈ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന സ്പോറുകളെല്ലാം സെയിം ടൈപ്പ്, സിമിലർ ടൈപ്പ് ആയതുകൊണ്ട് ആ കണ്ടീഷനെ ഹോമോസ്പോറസ് കണ്ടീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പാലിയോ ബോട്ടണി എന്ന 5ാമത്തെ മോഡ്യൂൾ ടോപ്പിക്കില് പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആണ്. ഇത് ഓൾറെഡി ഞാൻ മൊഡ്യൂൾ 4 പാർട്ട് 63 63ാമത്തെ ഭാഗമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല, അതൊന്ന് കാണുക. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് മെത്തേഡ്സ് ഓഫ് ഫോസിലൈസേഷൻ. എങ്ങനെയാണ് ഫോസിലുകൾ ഉണ്ടാകുന്നത്, പല ടൈപ്പ് ഫോസിൽ. അപ്പൊ ടൈപ്സ് ഓഫ് ഫോസിൽ ടൈപ്പിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയിലെ പാർട്ട് എന്ന് പറയുന്നത് 64 ആണ്. അപ്പം പാർട്ട് 63 ജിയോളജിക്കൽ ടൈം സ്കെയിലും
പാർട്ട് 64-ൽ മെത്തേഡ്സ് ഓഫ് ഫോസിലൈസേഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ചേരുമ്പോഴാണ് പാലിയോ ബോട്ടണി കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ പാലിയോ ബോട്ടണിയിൽ ആദ്യം പാലിയോ ബോട്ടണിയുടെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ സ്റ്റെറിഡോഫൈറ്റ്സിന്റെ റൈനിയെ കുറിച്ച് പഠിക്കാനും, പിന്നെ ഉള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ജിയോളജിക്കൽ ടൈം സ്കെയിലും മെത്തേഡ്സ് ഓഫ് ഫോസിലൈസേഷൻ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരും.